ഫെബ്രുവരി 28-നകം ബസ്സുകളിൽ ക്യാമറ വെക്കണമെന്ന നിർദ്ദേശം അപ്രായോഗികമെന്ന് സ്വകാര്യ ബസ് ഉടമകൾ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നാണ് ബസ് ഉടമകളുടെ വാദം. അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ മാർച്ച് 1 മുതൽ സർവീസുകൾ പിൻവലിക്കും. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. ബസ് ഉടമകളുടെ പ്രതികരണം കേൾക്കാം. ഫെബ്രുവരി 28-ന് മുമ്പ് എല്ലാ ബസ്സുകളിലും ക്യാമറ ഘടിപ്പിക്കണമെന്ന് പറഞ്ഞത് ഇന്നാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് ആകെ 10 ദിവസം ബാക്കിയുള്ളൂ. ഞങ്ങളിപ്പോൾ ടാക്സ് അടച്ചത് ഈ 15-ാം തീയതിയാണ് 30,000 രൂപ വെച്ച് ബസ്സിന് ടാക്സ് അടച്ചത്. ക്യാമറയ്ക്കൊരു 20,000 25,000 രൂപ വില വരും. ബസ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ക്യാമറയ്ക്കും കൂടി പണം ചെലവാക്കാനുള്ള ഒരു സാഹചര്യം, സാമ്പത്തിക സ്ഥിതി ബസ് ഉടമകൾക്കില്ല. പിന്നെ മറ്റൊരു പ്രശ്നം, കേരളത്തിലെ എല്ലാ ബസ്സുകളിലും ഒരേ സമയം ക്യാമറ ഘടിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഗുണനിലവാരമുള്ള ക്യാമറ കിട്ടാൻ വളരെ പ്രയാസമായിരിക്കും. ഇവിടെ ഈ ചൈനയുടെയൊക്കെ വില കുറഞ്ഞ ക്യാമറകളൊക്കെ ഇപ്പോൾ വലിയ വില, ഇപ്പോൾ തന്നെ ആളുകൾ അന്വേഷണം തുടങ്ങി. വലിയ വിലയാണ് ചൈനയുടെ തല്ലിപ്പൊളി ക്യാമറയ്ക്കൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ നേരത്തെ സ്പീഡ് ഗവർണർ നടപ്പിലാക്കി, അതുപോലെ തന്നെ GPS നടപ്പിലാക്കിയതൊക്കെ ഞങ്ങളുടെ സ്വകാര്യ ബസ്സുകൾ ഫിറ്റ്നസ്സിന് പോകുന്ന സമയത്താണ് ഇത് പതിവുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് പോകുന്ന സമയത്ത് ക്യാമറ ഘടിപ്പിക്കണം എന്ന് ഞങ്ങളോട് നിർബന്ധിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ഇങ്ങനെ ഈ പറയുന്ന ഞങ്ങൾക്ക് ഇതിൻ്റെ വിലയുടെ പകുതി സർക്കാർ അനുവദിക്കാമെന്ന് പറഞ്ഞ്, ഇപ്പോൾ റോഡ് സേഫ്റ്റിയിലൊക്കെ വേണ്ട പണം ഉള്ള ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ ക്യാമറയുടെ മുഴുവൻ തുകയും ഇപ്പോൾ KSRTC കൊടുക്കുന്ന മാതിരി ഞങ്ങൾക്ക് ഉടമകൾക്ക് സൗജന്യമായിട്ട് ക്യാമറ നൽകുന്ന സാഹചര്യം ഉണ്ടാക്കണം. അതല്ല 28-ാം തീയതിക്ക് മുമ്പ് എല്ലാ ബസ്സുകളിലും ക്യാമറ വെച്ച് ഓടാൻ പാടുള്ളൂ എന്ന് സർക്കാർ നിർബന്ധം പിടിച്ചാൽ 1-ാം തീയതി മുതൽ ഞങ്ങൾക്ക് ബസ്സുകൾ മുഴുവൻ കയറ്റിയിടേണ്ടി വരും. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് ചേരുന്നത്. പ്രസാദ്, ഈ ബസ് ഉടമകൾ പറയുന്നത് 28-നകം ക്യാമറ സ്ഥാപിക്കണമെന്ന് പറഞ്ഞത് ഇന്നാണ് ആ ഉത്തരവ് വരുന്നത്. അതുകൊണ്ട് ഈ സമയത്തിനുള്ളിൽ സ്ഥാപിക്കാൻ കഴിയില്ല. അതോടൊപ്പം തന്നെ അവർക്ക് അടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. അവർക്ക് മുഴുവനായി സൗജന്യമായി സർക്കാർ ക്യാമറ വെച്ച് നൽകണം എന്നൊക്കെ പറയുന്നത്. എന്താണ് അവരുടെ മറ്റ് നീക്കങ്ങൾ? എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ബസ്സുകളിൽ ക്യാമറ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് സാവകാശം വേണമെന്നുള്ളതാണ് ബസ് ഉടമകൾ പറയുന്നത്. സാധാരണഗതിയിൽ ഫിറ്റ്നസ് നൽകുന്ന സമയത്താണ് ഇത്തരം പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക. ക്യാമറ സ്ഥാപിക്കുന്ന കാര്യത്തിലും അതേ മാർഗം സ്വീകരിക്കണം എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന ആവശ്യം. ഫെബ്രുവരി 28-നകം ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ തന്നെ അവർ ടാക്സ് അടച്ച്, കഴിഞ്ഞ ദിവസമാണ് എല്ലാവരും ടാക്സ് അടച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇനി കൂടുതൽ 25,000 രൂപയെങ്കിലും ക്യാമറ സ്ഥാപിക്കുന്നതിന് വേണ്ടി ആവശ്യമായി വരും. അതുകൊണ്ട് ഇനിയും പണം ചെലവഴിക്കുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ സാവകാശം വേണം. അതല്ല എങ്കിൽ മാർച്ച് 1 മുതൽ സർവീസ് നിർത്തിവെക്കേണ്ടി വരും എന്നുള്ളതാണ് ഇപ്പോൾ ബസ് ഉടമകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനാണ് ഇക്കാര്യത്തിലൊരു നിലപാട് പരസ്യമായി പറഞ്ഞിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ മറ്റ് ബസ് ഉടമകളുടെ സംഘടനകളുമായി കൂടിയാലോചിച്ച് തന്നെ സമരത്തിലേക്ക് ഇറങ്ങും എന്നതാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഈ ചെറിയ സമയപരിധിക്കുള്ളിൽ വെക്കാൻ കഴിയില്ല എന്നതാണ്, അല്ലാതെ ഞങ്ങൾ വെക്കില്ല എന്നൊരു നിലപാടിലേക്ക് അവർ മാറുന്നില്ല അല്ലേ? ക്യാമറ വെക്കില്ല എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. അവർക്കും ക്യാമറ വെക്കുന്നത് തന്നെയാണ് ഗുണകരം എന്നുള്ളത് തന്നെയാണ് അവരുടെയും നിലപാട്. ബസ്സുമായി ബന്ധപ്പെട്ട അപകടങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ആരോപണങ്ങളിൽ ക്യാമറ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അത് ബസ്സിന്റെ ഭാഗത്താണ് ഏതെങ്കിലും പിഴവില്ല എങ്കിൽ അത് ബോധ്യപ്പെടുത്താൻ കൂടി അവർക്ക് സഹായകരമാണ്. അതുകൊണ്ട് തന്നെ വെക്കുന്നില്ല എന്നുള്ളൊരു നിലപാട് എടുക്കുന്നില്ല. പക്ഷേ സാവകാശം വേണം എന്നുള്ളതാണ്. ഇന്നാണ് ഇത് സംബന്ധിച്ചുള്ള നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളതെന്നും അതുകൊണ്ട് തന്നെ ഇനി വളരെ കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. 28-നകം വെക്കുക എന്ന് പറയുന്നത് ഇത്രയും പൈസ വെക്കണം. അതോടൊപ്പം തന്നെ ക്യാമറ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഗുണനിലവാരമുള്ള ക്യാമറ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അത്തരം പ്രായോഗിക പ്രശ്നങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഇപ്പോൾ സമരത്തിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ ഇവരുടെ മറ്റ് ബസ് ഉടമകളുടെ സംഘടനകൾ കൂടി ഉണ്ടല്ലോ. നേരത്തെയൊക്കെ ഈ സംഘടനകളൊക്കെ യോജിച്ച് സമരത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ സർക്കാരിനെ സമ്മർദ്ദപ്പെടുത്തുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നില്ല. അത്തരം ഒരു യോഗം, അത്തരം ഒരു നീക്കത്തിലേക്ക് ഇവർ ഇപ്പോൾ നീങ്ങുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടിയാലോചനകൾ ഉണ്ടാകും എന്നുള്ളതാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ഓർഗനൈസേഷനാണ് ഈ കാര്യത്തിലൊരു നിലപാട് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഫെബ്രുവരി 28-നകം ക്യാമറ സ്ഥാപിക്കുക എന്നുള്ളത് അപ്രായോഗികമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ ആ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുകയാണെങ്കിൽ, അത്തരമൊരു കർശന നിലപാടുമായി സർക്കാർ പോവുകയാണെങ്കിൽ മാർച്ച് 1 മുതൽ സർവീസ് നിർത്തിവെക്കുക, അതല്ലാതെ മറ്റു മാർഗമില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ബസ് ഉടമകൾ പറയുന്നത്.
ഈ ഏകദേശം പേർ പറയുന്ന ഒരു ബസ്സിനെ ക്യാമറ വെക്കാൻ എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് വ്യക്തമായിട്ടുണ്ടോ? എത്ര ക്യാമറയാണ് വെക്കേണ്ടത്? എങ്ങോട്ടൊക്കെയാണ് ആ ക്യാമറ? റോഡിന്റെ മുന്നിലേക്കാണോ അതോ വശങ്ങളിലേക്കാണോ അതോ ഉള്ളിലേക്കാണോ? എത്ര ക്യാമറ വെക്കണം? അത് സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം വ്യക്തമായിട്ടുണ്ടോ? ബസിന്റെ മുൻവശത്താണ് ക്യാമറ സ്ഥാപിക്കേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാർ പറഞ്ഞിരുന്നത് റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് ഒരു തുക ഇത് ക്യാമറ സ്ഥാപിക്കുന്നതിന് സഹായം നൽകുമെന്നും പറയുന്നു. പക്ഷേ ബസ് ഉടമകൾ ആവശ്യപ്പെടുന്നത് മുഴുവൻ ഫണ്ടും, അതായത് ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള മുഴുവൻ തുകയും സർക്കാർ തന്നെ റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ട് സർക്കാർ ചെയ്യണമെന്നൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ഇവർ പങ്കുവെക്കുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും ദയവായി തുടരുക. ഈ ബസ് ഓപ്പറേറ്റർ ഓർഗനൈസേഷന്റെ പ്രതിനിധി ശ്രീ ഗോപിനാഥ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഗോപിനാഥ്, യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഈ കുറഞ്ഞ സമയപരിധിക്കുള്ളിൽ വെക്കാൻ കഴിയില്ല എന്നുള്ളതാണോ അതോ ഇത്തരം ഒരു നിർദ്ദേശം തന്നെ അപ്രായോഗികമാണ്, അത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്നതാണോ? അങ്ങനെയല്ല, ക്യാമറകളെ ഘടിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരൊന്നും പറയുന്നില്ല. പക്ഷേ ഈ 15-ാം തീയതി ഇന്നാണ് നമുക്കിത് ഓർഡർ ലഭിക്കുന്നത്. ഇനി 10 ദിവസം കൊണ്ട് ഈ ക്യാമറകൾ ഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ തികച്ചും അത് അപ്രായോഗികമാണെന്ന് മാത്രമല്ല, ഈ 15-ാം തീയതിയാണ് ഞങ്ങളുടെ ഓരോ ബസ്സിനുമേയും 30,000 രൂപ വെച്ച് ടാക്സ് സർക്കാരിലേക്ക് അടച്ചത്. ഈ 10 ദിവസം കൊണ്ട് വീണ്ടും ഇനി 25,000 രൂപ കൂടി ഇറക്കാനുള്ള സാമ്പത്തിക സ്ഥിതി സംസ്ഥാനത്തെ ബസ് ഉടമകൾക്ക് നിലവിലില്ല. പിന്നെ മറ്റൊരു പ്രശ്നം, ഇവിടുത്തെ 7,000-ലധികം വരുന്ന സ്വകാര്യ ബസ്സുകളിൽ ഒറ്റയടിക്ക് ഇത്തരത്തിലുള്ള ക്യാമറകൾ വെക്കണം എന്ന് പറയുമ്പോൾ വളരെ ഗുണനിലവാരമില്ലാത്ത, ഈവൻ ചൈനയിൽ നിന്നൊക്കെ വരുന്ന വളരെ മോശം ക്യാമറകളൊക്കെ നമ്മൾ ഇതിൽ പിടിപ്പിക്കേണ്ടി വരും. അതൊക്കെ ഞങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നത് മാത്രമല്ല 2-3 മാസം കഴിഞ്ഞാൽ കേടുവരുന്ന സാഹചര്യമുണ്ട്. അപ്പം നല്ല ഗുണനിലവാരമുള്ള ക്യാമറകൾ പിടിപ്പിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് സമയം ആവശ്യമാണ്. പിന്നെ മറ്റൊന്ന്, ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്ന റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് പകുതി പണം തരാമെന്നാണ് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ ഈ മറ്റേ മോട്ടോർ വാഹന വകുപ്പിന്റെ ഉത്തരവ് പ്രകാരം 5,000 രൂപ വെച്ച് നമുക്ക് തരുന്ന പറഞ്ഞത്. 20,000 25,000 രൂപ വരെ ചെലവ് വരുന്ന ഉപകരണത്തിന് 5,000 രൂപ വെച്ച് മറ്റേ റോഡ് സേഫ്റ്റി ഫണ്ടിൽ നിന്ന് ഞങ്ങൾ വാങ്ങിയതിനു ശേഷം ബില്ല് കൊടുക്കണമെന്ന് പറയുന്നതും അപ്രായോഗികമാണ്. അപ്പൊ സ്വകാര്യ ബസ്സുകളെ ഉടമകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉടനടി ഇത് ഇത്ര പെട്ടെന്ന് ഈ ടൈം ലിമിറ്റിൽ നടത്താൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഞങ്ങളെ ആവശ്യം ഇവിടെ സ്പീഡ് ഗവർണറും GPS ഒക്കെ നടപ്പിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ബസ്സുകളും മറ്റേ ഈ അവരുടെ CF-ന് പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഇത് ഘടിപ്പിച്ച് കാണിക്കണം എന്ന് പറയുന്നതല്ലാതെ ഇതെല്ലാവരും കൂടി ഒരുമിച്ച് ഘടിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് തികച്ചും അപ്രായോഗികമാണ്. അങ്ങനെ താങ്കൾ പറഞ്ഞ രീതിയിലാണ് നടപ്പാക്കുന്നതെങ്കിൽ ഇത് ഏകദേശം നടപ്പായി വരാൻ 1 വർഷത്തോളം എടുക്കില്ലേ? പല ബസ്സുകളും പല സമയത്തല്ലേ ഇതിന് പോകേണ്ടത്. അപ്പോൾ 1 വർഷത്തിനിടയിലല്ലേ ഇത് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയൂ? അല്ല, ഒരിക്കലും ഞങ്ങൾക്ക് 28-ാം തീയതി അല്ല, 1 വർഷമൊന്നും ആവശ്യമില്ല. അതിപ്പോ ഇപ്പൊ ഈ അപകടങ്ങൾ ഉണ്ടായത് കൊച്ചി സിറ്റിയിൽ മാത്രമാണ്. ഇപ്പൊ ഇങ്ങനെ വ്യാപകമായിട്ടുള്ള അപകടം കേരളത്തിന് മുഴുവൻ ഇങ്ങനെ നിങ്ങൾ സ്വകാര്യ ബസ്സുകളുടെ അപകടങ്ങളുടെ റേഷ്യോ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. സ്വകാര്യ ബസ്സുകളുടെ അപകടങ്ങളാണ് ഏറ്റവും കുറവ്. അപ്പോൾ ഇതിനൊരു ടൈം ലിമിറ്റ് തന്നേ പറ്റൂ. അതല്ല, ഇനിയിപ്പോ ഞങ്ങൾ പിടിപ്പിക്കണമെങ്കിൽ സർക്കാർ ഞങ്ങൾക്ക് ക്യാമറ തന്നോട്ടെ. 28-ാം തീയതി ഞങ്ങൾ പിടിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ച് ഇത് വാങ്ങണമെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ബുദ്ധിമുട്ട്. അങ്ങനെ ഇത്തരത്തിൽ 28-ന് മുമ്പായി ഇത് ഘടിപ്പിച്ചില്ലെങ്കിൽ ബസ്സുകൾ ഓടാൻ കഴിയില്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കടുംപിടുത്തം ഉണ്ടായാൽ മാർച്ച് 1 മുതൽ ബസ്സുകൾക്ക് റോഡിലിറക്കാൻ കഴിയില്ല. ഇത് ഞങ്ങൾ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 28-നകം ഈ ക്യാമറകൾ വെക്കണം എന്ന് പറഞ്ഞ നിർദ്ദേശം ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കില്ല. നിങ്ങളപ്പോൾ ഇങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ സ്വാഭാവികമായും ഈ ഗതാഗത മന്ത്രി കത്ത് കൊടുത്തു എന്ന് പറയുന്നത് ഏതെങ്കിലും വഴിക്ക് ചർച്ചകൾ നടത്തി ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം കേൾക്കുമ്പോൾ ഞങ്ങൾ കൂടി ന്യായമാണെന്ന് തോന്നുന്ന ആവശ്യമാണ്. ഈ വരുന്ന ഒരു 10-12 ദിവസത്തിനുള്ളിൽ ക്യാമറകൾ പൂർണ്ണമായും ഘടിപ്പിക്കുക എന്നുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് കൂടുതൽ സമയം വേണം എന്നുള്ള ആവശ്യം, അതിലൊരു ചർച്ച നടത്താനുള്ള നീക്കം എന്തെങ്കിലും തരത്തിൽ നടക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഗവൺമെന്റ് ചർച്ച നടത്തുന്നത് ഞങ്ങൾ വിചാരിക്കണം. കാരണം മാർച്ച് എന്തായാലും ഗവൺമെന്റിനും അറിയാം. ഇപ്പൊ ഇത് 10-നകം ഇത് മന്ത്രിയുടെ ഉത്തരവുകാരം എല്ലാ സ്റ്റേജ് ഗേജുകളെന്ന് പറഞ്ഞത്. സ്റ്റേജ് ഗേജുകൾ എന്ന് പറയുമ്പോൾ KSRTC ഉൾപ്പെടും. ഇപ്പൊ KSRTCയുടെ 4,500 ബസ്സിനും ഇത് പിടിപ്പിക്കേണ്ട ഒരു സ്ഥിതി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഗവൺമെന്റും അതിന്റെ സാമ്പത്തിക ശമ്പളം കൊടുക്കാൻ പോലും പണമില്ലാത്ത KSRTCയുടെ സ്ഥിതി നമുക്കറിയാം. അപ്പൊ അപ്രായോഗികമാണെന്ന് ഗവൺമെന്റിനും അറിയാം. വെക്കുന്നവർ വെക്കട്ടെന്നായിരിക്കും ഗവൺമെന്റ് ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. എന്തായാലും സാധാരണക്കാരെ ഞങ്ങൾ ഈ കോവിഡിന്റെ വലിയ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞിട്ട് ബസ്സുകൾ നമ്മുടെ റോഡിൽ ഇറക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയാൽ ഞങ്ങളുടെ ഏറ്റവും പ്രധാനം, ഞങ്ങളെ ഇവിടെ കഴിഞ്ഞ ബസ് ചാർജ് വർദ്ധനവ് സമയത്ത് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്ന വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധനവ് 2 മാസത്തിനകം നടപ്പിലാക്കാന്ന് പറഞ്ഞിട്ടാണ് ഗവൺമെന്റ് തുനിഞ്ഞത്.
അതിനുശേഷം ഗവൺമെന്റ് ഒരു കമ്മിറ്റിയെ വെച്ചു. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏതാണ്ട് ഒരു കൊല്ലമായി. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഞങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങുന്നതിന്റെ ഇടയിലാണ് ഇപ്പൊ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്. ഒരു കാരണവശാലും ഫെബ്രുവരി 28 മുമ്പ് ക്യാമറകൾ ഘടിപ്പിക്കണമെന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾക്ക് ബസ്സുകൾ റോഡിലിറക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. ശരി, എന്തായാലും ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേക നന്ദി. മറ്റൊരു വാർത്തയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. പാലക്കാട് പട്ടാമ്പി പാലത്തിലൂടെ അശ്രദ്ധമായി ബസ് ഓടിച്ചയാൾക്കെതിരെ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു.